പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് തുടങ്ങിയ ബജറ്റ് ഫ്രണ്ട്ലി കാരവാൻ ടൂറിസം പദ്ധതിയും വിജയത്തിലേക്ക്. 12 കാരവാനുകളാണ് നിരത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഇറക്കിയത്. നവകേരള സൃഷ്ടിയുടെ ഭാഗമാണ് നമ്മുടെ ഈ എൻ്റെ കേരളത്തിലുള്ള ഈ പവലിയനിലുള്ള ഒരുപാട് കാഴ്ചകൾ. അതിൻ്റെ ഭാഗം നമ്മുടെ കേരളത്തിലെ വിനോദസഞ്ചാര മേഖല വികസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കാരവൻ ടൂറിസം എന്ന് പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് കൊണ്ടുവന്നത്. നമുക്കിവിടെ കാണാം, ഇതിൽ 8 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന കാരവൻ ടൂറിസം. അതാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടി കാണാം. മനോഹരമാണ്. യാത്ര എത്രമാത്രം സുഗമമാക്കാൻ കഴിയും. വിനോദസഞ്ചാരത്തിന് കൂടുതൽ കുതിപ്പേകുന്നതായിരുന്നു ഈ തീരുമാനം. നാല് പുഷ് ബാക്ക് സീറ്റുകൾ, 50 ഇഞ്ച് 4K TV, മ്യൂസിക് സിസ്റ്റം, സൗജന്യ വൈഫൈ, കിച്ചൺ, ഫ്രിഡ്ജ്, ഒരു ബെഡ്റൂമിൽ 2 ബെഡുകൾ, 2 കുടുംബത്തിന് സൗകര്യപ്രദമായി TVയും കണ്ടുറങ്ങാം. പ്രാഥമിക ആവശ്യത്തിന് ശുചിമുറി. കൊല്ലത്തെ എൻ്റെ കേരളം പവലിയനിൽ പ്രദർശിപ്പിച്ച കാരവനിൽ വിദ്യാർത്ഥിനികളും കുടുംബശ്രീ അംഗങ്ങളും ശുചീകരണ തൊഴിലാളികളും ഉൾപ്പെടെ സന്ദർശിച്ചു. നമ്മുടെ പറഞ്ഞ ടൂറിസം അബ്രോഡുള്ള ഫെസിലിറ്റീസ് നമുക്കും ഇവിടെ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. അപ്പം നമുക്ക് ഒരിക്കലും അവരെ കണ്ട് അസൂയപ്പെടേണ്ട അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. നല്ല ഫെസിലിറ്റിയാണ്. പിന്നെ നമ്മളെല്ലാവരും കൈത്തുമ്പത്ത് കാണണമെന്നാണ്. അത് നമുക്ക് ഒരു യൂത്തിനെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കോവിഡ് കാലത്ത് കാരവൻ ടൂറിസം പ്രചാരത്തിലായി. ഇപ്പോൾ എൻക്വയറി ഏറി വരുന്നുവെന്ന് പാരഡൈസ് ഗ്രൂപ്പ് സംരംഭകർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആ കോവിഡ് ടൈമിൽ നമ്മുടെ പാൻഡമിക് ടൈമിൽ ആൾക്കാർക്ക് ഈ കാരവനകത്ത് നിന്ന് നമ്മളെ മെയിനായിട്ടുള്ള ലൊക്കേഷനിൽ പോയി എക്സ്പ്ലോർ ചെയ്യാനും അവർക്ക് ലൊക്കേഷൻ വ്യൂ മറ്റും കാണാനൊക്കെ ഉള്ള. അപ്പോൾ ആ ടൈമിൽ തൊട്ട് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. പുറമേയുള്ള എൻക്വയറി വരുന്നുണ്ട്, ലോക്കലായിട്ടുള്ള എൻക്വയറി വരുന്നുണ്ട്. ഇതിനകത്ത് കാരവനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സെയിം ഫെസിലിറ്റീസ് എല്ലാം കിട്ടുന്ന രീതിയിൽ അവർക്ക് ട്രാവൽ ചെയ്യാം, അവർക്ക് കുക്ക് ചെയ്യാം, അവർക്ക് സ്റ്റേ ചെയ്യാം, എല്ലാം ഇതിനകത്ത് തന്നെ എല്ലാ ഫെസിലിറ്റീസും. അപ്പോൾ അത് മാക്സിമം അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതായി കണ്ടില്ലേ, ഈ കാരവൻ ഇതിനുള്ളിൽ നമുക്ക് മനോഹരമായ ഒരു 55 ഇഞ്ച് വരുന്ന TV ആണ്. ഇതിനകത്ത് ഇവിടെ ഇരിപ്പിടം 4 പേർക്കുണ്ട്. അത്യാവശ്യത്തിന് ഇവിടെ വേണമെങ്കിൽ ചെയറൊക്കെ ഇടാം. അങ്ങനെ ഒരു മനോഹര സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ചെല്ലുന്നിടത്ത് നമുക്ക് താമസിക്കാം. ഇവിടെ 8 പേർക്ക് കിടക്കാവുന്ന ബെഡുണ്ട്, അത്യാവശ്യം കിടക്കാവുന്ന. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.